1957 പ്രവർത്തനം ആരംഭിച്ച മുതൽ തൃശൂർ നഗരത്തിന്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് പീച്ചി ഡാം. 110 ദശലക്ഷം ഘനമീറ്റർ വെള്ളം സംഭരിക്കാൻ ഡാമിന് ശേഷിയുണ്ട്. എന്നാൽ ഇപ്പോൾ ഡാമിന്റെ ജലനിരപ്പ് 9 ദശലക്ഷം ഘനമീറ്ററായി താഴ്ന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 54 ദശലക്ഷം ഘനമീറ്ററായിരുന്നു എന്നറിയുമ്പോൾ പ്രശ്നത്തിന്റെ ഗൗരവം വ്യക്തം. ഇത്രയും ജലം നിലനിർത്തിയതാകട്ടെ കാർഷിക ആവശ്യത്തിന് നൽകുന്ന വെള്ളത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ്. മഴ അവസാനിക്കുന്ന ഒരു കാലമുണ്ട്. തുലാവർഷം കഴിഞ്ഞിട്ടുള്ള ആ ഒരു പീരീഡിലാണ് നമ്മൾ കൃഷിക്ക് വെള്ളം കൊടുക്കാറ്. ആ ഒരു പീരീഡിൽ നമ്മൾ കൃഷിക്ക് അങ്ങനെയാണ്ട് വെള്ളം കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഏകദേശം നമ്മൾ കുടിവെള്ളം ആണ് ഏറ്റവും രൂക്ഷമായിട്ട് വരിക എന്നുള്ളൊരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിർത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അടുത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കനാൽ തുറന്നതും അത് മറ്റ് ഭാഗങ്ങളിലേക്ക് കുടിവെള്ളത്തിന് മാത്രമായിട്ട് വെള്ളം പോകുന്നൊരവസ്ഥയിൽ തുറന്നു വിട്ടിട്ടുണ്ടായി. ഡാമിന്റെ ഇടത് വലത് കനാലുകൾ തുറന്നുവിടുന്നത് വഴിയാണ് പരിസരത്തുള്ള നിരവധി പഞ്ചായത്തുകളിലെ കിണറുകളിൽ ജലനിരപ്പ് നിലനിർത്തുന്നത്. കനാൽ വെള്ളത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ 10,000 ഹെക്ടർ പ്രദേശമാണ് കടുത്ത കുടിവെള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത്. ഡാം സ്ഥിതി ചെയ്യുന്ന പാണഞ്ചേരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ ശുദ്ധജല വിതരണ പദ്ധതികളും കനാലിനെ ആശ്രയിച്ചു തന്നെ. ഈ പദ്ധതികളുടെ പ്രവർത്തനം എല്ലാം ഇപ്പോൾ നിലച്ച മട്ടാണ്. പീച്ചി ഡാം ഉള്ളിടത്തോളം കാലം തൃശൂരിനെ കുടിവെള്ളക്ഷാമം ബാധിക്കില്ല എന്നായിരുന്നു ഇവിടുത്തുകാരുടെ പൊതുവിശ്വാസം. എന്നാൽ ഇനി അത്തരം അമിത വിശ്വാസവുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് ഈ വേനൽക്കാലം നമ്മെ പഠിപ്പിക്കുന്നു. മനു ഭരത്, ന്യൂസ് 18 തൃശൂർ.